ഹായ്, ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കീ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ജിം പ്രൗഡ് ഓഫ്? അപ്പോൾ അതിൻ്റെ ആൻസർ, ജിം ആൻഡ് ഡെല്ല വാസ് വെരി പ്രൗഡ് ഓഫ് ടു തിങ്സ് ദേ ഓൺഡ്. One was Jim's gold watch. Second one is Della's sail. Second question, what was special about Della's sail? It fell along while shining like a falling stream of brown water till it reached below her knee. It almost made herself into a dress for her. It was not as beautiful as any Queen's gondola gems. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 1, 2 and 3 ആണ് കറക്റ്റ്. അപ്പോൾ 1, 2, 3 കറക്റ്റ്. സെക്കൻഡ്. ഇനി തേർഡ് എന്ന് പറയുന്നത്, പിക്ക് ഔട്ട് എ വേർഡ് പാലസ് ഫ്രം ദി പാസേജ് വിച്ച് മീൻസ് ടു വിയർ. നമുക്കിവിടെ കാണാം എത്താമത്തെ വയലിൽ ലാസ്റ്റത്തെ സെക്കൻഡ് ലൈനിൽ പുട്ടോൺ ആൻഡ് ഓൾഡ് ബ്ലോൺ. അപ്പോൾ പുട്ടോൺ ആണല്ലേ വെയലോണിൻ്റെ വേൾഡ്. അപ്പോൾ മൂന്നാമത്തെ ആൻസർ പുട്ടോൺ. നമുക്ക് നാലാമത്തെ നോക്കാം കേട്ടോ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഡസ് ദി പോയറ്റ് ഡിസ്ക്രൈബ് ദി മെൻ ആൻഡ് വുമൻ ഇൻ ദി പോയം? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ആൻഡ് all the men and women merely players. They have their sit and their endurance. അപ്പോൾ അതാണ് നാലാമത്തെ ആൻസർ. സെക്കൻഡും തേർഡും ലൈനാണ്. ഫിഫ്ത്ത് എന്ന് പറയുന്നത്, ഹൗ ഡസ് ദി ന്യൂ ബോൺ ഡു? എന്താ മ്യൂലിംഗ് ആൻഡ് കുക്കിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതായി നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ആൻസർ കീ. അപ്പോൾ 5 വരെ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ.